ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കണേ. ഇത് ഇത്തിരി വീതി കുറവുള്ള തുണി ആയതുകൊണ്ടാണ് ഞാൻ 2.5 മീറ്റർ എടുത്തിരിക്കണേ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 44.5 ലെങ്ത്തിൽ 2 തുണി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ഫ്രണ്ടും ബാക്കും രണ്ടിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് 44.5 എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 43 അതിൻ്റെ കൂടെ 0.5 ഷോൾഡർ കൂട്ടാനും 1 ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാനും. അപ്പോൾ അതേ 2 തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിലെ പാർട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിതേ ഇപ്പോൾ ഒരു തുണി ഈ ടോട്ടൽ ലെങ്ത്, ഇത് ഫ്രണ്ടിലെ തുണിയാണ് കേട്ടോ. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 44.5 അത് ഞാൻ ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹാഫാക്കി മടക്കുക. അങ്ങനെ ഞാൻ ഹാഫായി മടക്കി ടേബിളിൽ വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈ വശത്തും ഓപ്പോസിറ്റ് സൈഡിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. അതാണ് നിങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നോക്കുക, തുറന്നു കിടക്കുന്ന ഭാഗം നമ്മുടെ നേരെയാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണേ. അതിനുശേഷം ഞാൻ ഈ തുണിയിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഈ തുറന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ഈ ലൈൻ നമ്മൾ നേരെ അടി വരെ മാർക്ക് ചെയ്യുക. ഇത് 2 ഇഞ്ചാണ് കേട്ടോ, ഞാൻ നേരെ അടി വരെ മാർക്ക് ചെയ്യണേ. ഇവിടെ ഞാൻ ഈ 2 ഇഞ്ച് ലീവ് ചെയ്യാൻ കാരണം നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ പ്രത്യേകിച്ചൊരു തുണി വെച്ച് മടക്കി അടിക്കുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ തുണി തന്നെയാണ് നമ്മൾ മടക്കി അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത പീസ് എടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ ഹാഫായിട്ട് മടക്കുക. അടുത്ത പീസും ഇതുപോലെ തന്നെ നമ്മൾ ഹാഫായി മടക്കിയിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. പക്ഷെ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന തുണിയുടെ ഓപ്പൺ ഭാഗമാണ് വരുന്നത്. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ രണ്ടാമത്തെ തുണി മുകളിൽ വെച്ചിരിക്കണേ. ഈ 2 ഇഞ്ച് നമ്മൾ അടി വരെ ഇതുപോലെ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തുണി പ്ലേസ് ചെയ്തിരിക്കണേ. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റ് മുതലാണ് നമ്മൾ അളവെടുക്കുക. ഈ 2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത പോയിന്റ് മുതലാണ് നമ്മൾ അളവെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് 7.5 ഈ 7.5 ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് 7.5. അതിനുശേഷം ഞാനിവിടെ ആം ഹോൾ എടുക്കുന്നത് 7 നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്ത്ത് ചൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ആം ഹോൾ ഞാൻ 7 മാർക്ക് ചെയ്തു. അതിനുശേഷം ആ 2 പോയിന്റും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചു കൊടുത്തു. അടുത്തത് ഞാൻ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യണേ. ചെസ്റ്റ് എനിക്ക് വേണ്ടത് 9.5 അപ്പം ഞാൻ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീമും കൂടി ആഡ് ചെയ്തിട്ട് 11.5 മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ 11.5 മാർക്ക് ചെയ്ത് ആ ലൈൻ സ്ട്രെയിറ്റ് 11.5 ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 13.5 അപ്പം ഞാൻ 13.5 ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ഈ 13.5 ഞാൻ അവിടുത്തെ വിസ്താരം എടുക്കുന്നത് 10.5 എനിക്ക് വേണ്ടത് 8.5 അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ്, സീം 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് എനിക്ക് 10.5 കിട്ടിയത്. അതിനുശേഷം ഞാൻ ലെങ്ത്ത് 21 മാർക്ക് ചെയ്യാണ്. ആ ലെങ്ത്ത് 21 ഞാൻ വിഡ്ത്ത് എടുക്കുന്നത് 12 അതായത് എനിക്ക് വേണ്ടത് 10 അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീമും കൂടി ആഡ് ചെയ്തിട്ടാണ് 12 ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അടിഭാഗത്ത് അതായത് 44.5 ലെങ്ത്തിൽ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 14.5 അതായത് 12.5 കൂടെ 2 ഇഞ്ച് സീം എടുത്തു. നിങ്ങൾക്ക് 1 ഇഞ്ച് സീം എടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഈ ഒരു പോയിന്റ്, അതിൻ്റെ മുകളിലൊരു 2 പോയിന്റ് വരുന്നുണ്ട്. ഈ പോയിൻ്റൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം അതൊന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ പോയിന്റുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ അടിയിലത്തെ പോയിന്റിലേക്ക് ഒന്ന് ഡയഗണലായിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് അടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഡയഗണലായിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബാക്കിലെ ഭാഗമാണ്. ഞാൻ അവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3.5 3.5 അപ്പം ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന്
കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം, ബാക്കിലെ നെക്ക് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ബാക്കിലെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്തു, ആം ഹോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്കും ആം ഹോളൊക്കെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3.5 മാർക്ക് ചെയ്യാം. അങ്ങനെ 3.5 മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ എടുക്കുന്നത് 4 ആ ലൈനിൽ തന്നെ നമ്മൾ 4 മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ ജസ്റ്റ് ഒരു വി പോലെ വരച്ചെടുക്കാം. ആ പോയിന്റിൽ നിന്ന് അടി വരെ നമ്മളൊന്ന് വി ആയിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് വരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഞാൻ ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഞാൻ കൈക്കുഴി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിലെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കുക, ഇതുപോലെ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുക. സെൻറ്ററിൽ നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുക. വേറെ സെപ്പറേറ്റ് പീസൊന്നും യൂസ് ചെയ്യണില്ല. വളരെ സിമ്പിളായിട്ട് ഇതിൽ തന്നെ ഒന്ന് മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കണേ. ഇനി അടുത്തത് നമ്മൾ കോളറിൻ്റെ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ബാക്കി വന്ന തുണി ഇതുപോലെ 2 തുണിയുണ്ട്, ഇതുപോലെ ഞാൻ 2 എടുത്തു. അതിനുശേഷം ഞാൻ 2 ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചു, 2 ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ അതിനെ ഹാഫായിട്ട് മടക്കി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, അതായത് ഇതുപോലെ എല്ലാത്തിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈ സൈഡിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഈ സൈഡിലുമാണ് വരിക. അതിനുശേഷം ഞാൻ ലെങ്ത്ത് 8 മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ 4.5 ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ മുകളിലും അടിയിലും ആയിട്ട് 4.5 മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിൻറ്റുകളൊക്കെ ലെങ്ത്ത് 8ഉം വിഡ്ത്ത് 4.5 ആയിട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ പോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തു. ഇതിൻ്റെ ലെങ്ത്ത് 8, വിഡ്ത്ത് 4.5 കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അടിയിലും മുകളിലും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ അതിനൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും 1.5 കേട്ടോ. അതുപോലെ തന്നെ ഈ എല്ലാ ഭാഗവും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയും 1.5 ഇഞ്ചിൽ ഒരു സ്ക്വയർ ഞാൻ വരച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അടിയിലും സ്ക്വയർ വരച്ച ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് എല്ലാം ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ലൈൻസിൽ കൂടെ ഒരു കോളറിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ വളരെ നീറ്റായിട്ട് കോളർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കുക, നമുക്കിതുപോലെ 2 പീസായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ കോളറിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുക്കുക. 2 ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഇതിനെ ഹാഫായിട്ട് മടക്കുകയാണ്. അതിനുശേഷം എനിക്ക് വേണ്ട കൈയുടെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യാണ്. എനിക്ക് വേണ്ടത് 4 അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 0.5 കൂടി ആഡ് ചെയ്ത് 4.5 ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ ഓപ്പണിങ് 6 മാർക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അവിടെ നിന്ന് അടിയിലേക്ക് 2 ഇഞ്ച് സീം ആഡ് ചെയ്തു. ഇത് നമ്മൾ ബോഡിയിൽ എത്രയാണോ സീം കൊടുത്തിരിക്കുന്നത് ആ സെയിം തന്നെ ഇവിടെയും സീം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ആ ലെങ്ത്ത് മാർക്ക് ചെയ്തുല്ലോ, ആ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് 3 മാർക്ക് ചെയ്യുക. ആ എൻഡിൽ നിന്നാണ് കേട്ടോ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാനൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ ലൈൻ നേരെ അടിവരെ ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ ആം ഹോൾ റൗണ്ട് എൻ്റെ 8 അപ്പോൾ ഞാൻ ആം ഹോൾ റൗണ്ട് ആ മോളിൽ നിന്ന് ഡയഗണലായിട്ട് പിടിച്ചിട്ട് 8 മാർക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അടിയിലേക്ക് ഞാൻ സീം 2 ഇഞ്ച് ആഡ് ചെയ്യാണ്. ബോഡിയിൽ എത്രയാണോ സീം എടുത്ത് അത് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കണേ. അതിനുശേഷം ആ 2 പോയിൻറ്റും ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു.
ഞാൻ സ്ലീവൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിനുശേഷം ഞാൻ 2 ഇഞ്ച് ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം ഈ 2 പോയിൻറ്റും നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ്റെ പകുതി നമ്മളൊന്ന് അളന്ന് നോക്കുക. ഇതുപോലെ ഞാൻ ഹാഫ് ആ ലൈൻ്റെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ വെച്ച് നമ്മൾ പുറത്തേക്ക് ഒരു 3 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. കർവ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ വരച്ചെടുത്ത എല്ലാ പോയിൻറ്റ്സും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ കൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 കൈ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ ഫ്രണ്ടിലെ കൈ കുഴിച്ച് കട്ട് ചെയ്യണവരാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ടിലെ ഭാഗം മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്ക്കുകയെന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണേ. അതിനായിട്ട് ബാക്ക് പാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കുക 2 ഫ്രണ്ട് പാർട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കുക നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ച പോലെ ഒന്ന് ചെരിച്ച് നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോക്കുക ഞാൻ ഷോൾഡർ കൂട്ടി വന്നിട്ടുണ്ട്. ഈ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ലീവ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇനി ഒന്ന് മടക്കി തയ്ക്കാം. അതിനായിട്ട് ആ 2 ഇഞ്ച് ലീവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ക് കൊണ്ടൊന്ന് ഡാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ലീവ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം ഒരു 1/2 ഇഞ്ചായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഒരു 1/2 ഇഞ്ച് ബാക്കി നിൽക്കും. അപ്പോൾ ഈ 2 ഇഞ്ചിനെ നമ്മൾ 1/2 + 1 + 1/2 അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ആദ്യം ഈ 1/2 ഇഞ്ച് ഒന്ന് ഉള്ളോട്ട് മടക്കി. 1/2 ഇഞ്ച് മടക്കിയ ശേഷം നമ്മൾ 1 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് നമ്മളൊന്ന് മടക്കി തയ്ക്കുക. അങ്ങനെ അടിഭാഗം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക. ഇങ്ങനെ മടക്കി തയ്ച്ച് കഴിയുമ്പോൾ 2 സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് മുകളിൽ 2 ഭാഗത്തും എക്സ്ട്രാ വരും. അത് നമ്മൾ മേലെ ജോയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് ഹാഫായിട്ട് മടക്കി, അതിനുശേഷം 1 ഇഞ്ചും കൂടി ഞാൻ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എൻഡ് വരെ ഒന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ചീത്ത വശത്തേക്ക് ആക്കിയിട്ടാട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കണേ. ഇതുപോലെ തന്നെ ഞാൻ 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ അപ്പുറത്തെ സൈഡും ചെയ്യേണ്ടത്. ഞാൻ ആദ്യം തന്നെ അളവെടുത്തിട്ട് ഒന്ന് മുട്ടുസൂചിയും കൊണ്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് നല്ല സ്പീഡിൽ എൻഡ് വരെ നമുക്ക് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫൈനലായിട്ട് വരിക. നമ്മൾ 2 സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളർ ഉണ്ടല്ലോ, അതിതുപോലെ 2ഉം മേലിൽ വെക്കുക. നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ഈ മോളിക്കടെ ഈ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്തേക്കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ 2ഉം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. നല്ല ഭാഗവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ചീത്ത വശത്താട്ടോ നമ്മളൊന്ന് അടിച്ചു കൊടുക്കാൻ പോണേ. അതിനുശേഷം നമുക്ക് ഈ തുമ്പുകളിൽ നമ്മൾ സ്റ്റിച്ച് കട്ടാവാണ്ട് നല്ല ഡീപ്പായിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അറ്റം വരെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ആ അറ്റം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ തുണിയൊന്ന് മറിച്ചെടുക്കാം കേട്ടോ.
അതിനുശേഷം ഞാൻ മോളിക്കടി ഒന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ നീറ്റായിട്ട് കോളർ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോളറിൻ്റെ ഹാഫ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ കോളർ ഞാൻ ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കോളറിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ ഈ നെക്കിൻ്റെയും സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം രണ്ട് തുമ്പും ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് രണ്ട് തുമ്പും നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ രണ്ട് ഷോൾഡറും ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് നമ്മൾ ആ മിഡിൽ പാർട്ടൊന്ന് കണ്ടുപിടിക്കുക. ആ മിഡിൽ കണ്ടുപിടിച്ച ശേഷം നിങ്ങളൊന്ന് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനുശേഷം ഞാൻ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ നെക്കിൻ്റെ സെൻറ്റർ പാർട്ടായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ പാർട്ടും നമ്മളിപ്പോൾ കോളറിൻ്റെ സെൻറ്റർ പാർട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, രണ്ടും കൂടി നമ്മളൊന്ന് ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്കിൻ്റെ ചീത്തവശത്താണ് കേട്ടോ നമ്മൾ ഇപ്പോൾ തയ്ക്കാൻ പോണേ. അതായത് കോളറിൻ്റെ ചീത്തവശത്തേക്കട മോളിക്കട നമ്മൾ അടിച്ചു പോവും. കോളറിൻ്റെ നല്ല ഭാഗം ഉള്ളിലാട്ടോ ഇരിക്കണേ. അതിനുശേഷം ഈ അറ്റം മുതൽ നമ്മൾ പിടിച്ച ആ നെക്കിൻ്റെ ചുറ്റും ഈ കോളറൊന്ന് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആ അറ്റം വരെ ഒന്ന് അടിച്ചു കൊടുക്കുക. രണ്ട് ഭാഗത്തും നമ്മൾ കോളർ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. അങ്ങനെ ഈ കഴുത്തിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ എൻഡും നമ്മൾ ഇതുപോലെ കോളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതേ കംപ്ലീറ്റ് രണ്ട് എൻഡും കഴുത്തിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് നിവർത്തുക, കോളറൊന്ന് നിവർത്തിയിട്ട് നല്ല വശവും ഉള്ളോട്ട് പോകത്തക്ക രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് കണ്ടോ, ആ നെക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഇതുപോലെ പുറത്തേക്ക് നിൽക്കണ്ടാവും. ആ പുറത്തേക്ക് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. കഴുത്തിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കുറച്ച് തുമ്പുണ്ടാവും. അത് ഇതുപോലെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഭാഗത്തും അടിച്ചു കൊടുക്കണം കേട്ടോ. നോക്കുക, നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ കോളർ വന്നിരിക്കും. നോക്കുക, നമ്മൾ ഇതുപോലെ ഒന്ന് പയ്യെ മറിച്ചെടുത്ത് കഴിയുമ്പോൾ നോക്കുക, ആ എൻഡൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കോളർ കിട്ടി കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡിലും ഇതുപോലെ തന്നെ മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളർ കിട്ടും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ കോളർ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോളർ ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കുക, അടിഭാഗം ഒന്ന് മടക്കിയിട്ട് നല്ല ഭാഗത്ത് ഒന്ന് ടോപ്പ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കുക, ഇതുപോലെ ഒന്ന് അടിഭാഗം ഒന്ന് മടക്കി വയ്ക്കുക. അതിനുശേഷം മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും കാട്ടിത്തരാം. ഇതുപോലെ ഒന്ന് നമ്മൾ തുമ്പൊന്ന് മടക്കി വെച്ചു, ഉള്ളോട്ടാക്കി മടക്കി വെച്ചു. അതിനുശേഷം മുകളിൽ ഒന്ന് അടിച്ചു കൊടുക്കുക.
വളരെ നീറ്റായിട്ട് ഇതുപോലെ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കൈ ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററും കൈയുടെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കൈ വളരെ നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കൈയൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ കഴുത്തിൽ കുറച്ച് ഗ്യാപ്പ് വിടും. കഴുത്തിൻ്റെ ഗ്യാപ്പ് കുറച്ച് വിട്ടിട്ട് ഒന്ന് അടിവരെ ഒന്ന് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ബട്ടൺ, ഷോ ബട്ടൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺ ഹോളായിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺസ് മാത്രമായിട്ട് ഒന്ന് തുന്നിക്കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഏറ്റവും അടിഭാഗം വരെ അടിച്ചു കൊടുക്കുന്നില്ല. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു 10 ഇഞ്ചൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മളിപ്പോൾ കുർത്തീസിലൊക്കെ കണ്ടിട്ടില്ലേ, അടിഭാഗത്ത് കുറച്ച് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ്, അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിവരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. അതിനുശേഷം ഞാൻ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ 2 ഇഞ്ച് സീം വിട്ടിട്ടാണ് അടിച്ച് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ എത്രയാണോ സീം വിട്ടിരിക്കണേ അതിനനുസരിച്ച് സീം ലീവ് ചെയ്തിട്ട് 2 സൈഡും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ ഷോ ബട്ടൺ സെൻറ്ററിൽ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് ഇടാൻ താല്പര്യം അതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ബട്ടൺസ് ഒന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.